മന്ത്രി കെ എം ഷാജി കഴിഞ്ഞ ദിവസം കൃത്യമായ മറുപടി കൊടുത്തതാണ് സഖാക്കൾക്ക്. എന്നിട്ടും പിടിവിടില്ല എന്ന് വെച്ചാ ഇനി എന്താ ചെയ്യാ? സിനിമയിൽ പറയുന്നത് പോലെ എവിടെയെങ്കിലും ഉറച്ചു നിൽക്ക് ദാസ എന്നാണ് സഖാക്കളോട് പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ഷാജി പറയുന്നത്. എന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും ഉറച്ചു നിൽക്ക് ദാസ. ഒന്നുകിൽ ഞാനൊരു മുസ്ലിം വർഗീയവാദിയാണെന്ന് പറയണം, അല്ലെങ്കിൽ RSSകാരനാണെന്ന് പറയണം, അല്ലെങ്കിൽ മോദി ഭക്തനാണെന്ന് പറയണം. അതുമല്ലെങ്കിൽ തങ്ങൾ ഭക്തനാണോ അതിലൊരു തീരുമാനമെടുക്കണമെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത്. നിലപാടുകൾ മാറ്റുന്നത് താനല്ല, മറിച്ച് മറ്റുള്ളവരാണെന്നും താൻ ആരെയും പേടിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. പുനഃപരിശോധനകളൊക്കെ ആവണല്ലോ. ഇപ്പൊ ഞാനൊരു തീരുമാനം എടുത്തുകൊണ്ട് അത് മാത്രം ശരിയെന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യം എന്താ? പുനഃപരിശോധന നടത്താം, തിരുത്തേണ്ടത് തിരുത്താം. അതൊക്കെ അല്ലേ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ മഹാരാജാവ് തീരുമാനിച്ചാണ് ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ചോളം എന്ന് പറഞ്ഞാൽ 10 കൊല്ലമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിന് പ്രയാസമില്ല. ആളുകളോട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് എനിക്ക് പിറകോട്ട് പോകുന്നതിന് യാതൊരു പ്രയാസമില്ല. കാരണം ജനങ്ങളുടെ ഹിതത്തെയോ അവരുടെ അഭിപ്രായങ്ങളെയോ മാനിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ ഒരു കടുത്ത വിമർശനമായിട്ട് ആളുകൾക്കൂടെ ബോധ്യപ്പെടണം. പക്ഷേ ഈ വീടൊന്നും വേണ്ടെന്ന് പറയേണ്ടത് നമ്മളാരുമല്ല. അത്യാവശ്യം ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കുന്ന നമ്മളാരുമല്ല. അത് പറ്റ റൂട്ടുമിൽ കിടക്കുന്ന പാവങ്ങളായ മനുഷ്യരാണ്. അവരുടെ അഭിപ്രായം ഇതിനകത്ത് വാല്യൂ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന്. എന്തിനാണ് നമ്മളതിലൊരു വാശിക്കൊന്നും, ഞങ്ങളെന്തായാലും വാശിക്കൊന്നുമില്ല. എന്തായാലും അല്ലേ ഈ സിനിമയിൽ പറയണത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു കേസാന്ന് അറിയില്ലേ? അതുപോലെ എൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും ഉറച്ചു കിടന്നു. ഒന്നുകിൽ ഞാനൊരു മുസ്ലിം വർഗീയത പറയണം, അല്ലെങ്കിൽ ഞാനൊരു RSSകാരനാണെന്ന് പറയണം, അല്ലെങ്കിൽ ഒരു മോദി ഭക്തനാണോ, ഇനി അതല്ല പിന്നെ തങ്ങൾ ഭക്തനാണോ എന്നൊക്കെ ഒന്ന് തീരുമാനം എടുക്കണം ആദ്യം. അതപ്പം എൻ്റെ ഒരു പ്രശ്നം. ആളുകൾ ഇങ്ങനെ പറയുന്നു. പക്ഷേ അതിനകത്ത് ഈ വിമർശനത്തിൽ ഞാനങ്ങനെ 5 കൊല്ലവും ഇനി മന്ത്രി ആവുകയാണെങ്കിൽ ഇതൊക്കെ ഡിപ്പെൻസാണ്, ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിലും ഞാൻ ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ആളാണ്. ഒരു 10-18 കൊല്ലമായിട്ട് പിന്നെ വിമർശനം മാത്രമല്ല, എൻ്റെ പുറകിൽ പോലീസും ഉണ്ട്. ഒരു 3 പോലീസുകാരുടെ അകമ്പടി. ഇപ്പോൾ മന്ത്രിയായപ്പോഴല്ല, 18 കൊല്ലമായിട്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു കുഴപ്പമൊന്നും എനിക്കില്ല. ഇപ്പോഴും ഞാനങ്ങനെ പിന്നെ ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പത്രക്കാരുടെ ആനുകൂല്യത്തിൽ വളർന്നു വന്ന ആളല്ല ഞാൻ. കാരണം എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ 24 മണിക്കൂറും പത്രക്കാർ ED വരുന്നതും പോകുന്നതും നോക്കുന്ന സമയമുണ്ട്. ഒരു പത്രക്കാരുടെ ആനുകൂല്യത്തിൽ വളർന്നു വന്നല്ല. അങ്ങനെ വന്നവർ ചിലപ്പോൾ പേടിക്കും. എനിക്കതുകൊണ്ട് പേടിയൊന്നുമില്ല. അങ്ങനെ ആരോപണം വന്നാൽ ഇതൊരു ഈ കൺവീനിയൻസിനെ എൻജോയ് ചെയ്യാൻ പാടില്ല എന്ന് ബിൽഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കൺവീനിയൻസ് ഒന്നും എൻജോയ് ചെയ്യുന്നില്ല. ഇതൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇനിയിപ്പോൾ നാളെ ഒഴിഞ്ഞു പോകേണ്ടി വരികയാണ് ഇതോ പണിയൊക്കെ എടുത്ത്. പക്ഷെ ചെയ്യുന്നത് എനിക്ക് മനസാക്ഷിക്ക് ബോധ്യമുള്ളിടത്തോളം കാരണം ഞാൻ ആ കാര്യങ്ങൾ ചെയ്യും, ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ AK ബാലൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു രസകരമാണ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJPക്കും RSSനും അടിമപ്പെട്ട് ചെറിയ മാറ്റം ഉണ്ടത് BJP അനുകൂലമാണെന്നാണ് AK ബാലൻ പറയുന്നത്. അങ്ങനെ അല്ല, ഈ ബാലേട്ടനാണ് മാറുന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാണില്ല. മൂപ്പര് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ് ഇയാൾ ഭീകരനായ മുസ്ലിമാണ്, ശ്രദ്ധിക്കണം എന്നാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത് അയാൾ ഭയങ്കര RSS ആയി എന്നാണ്. മാറുന്നത് ഷാജിയല്ല, മാറുന്നത് ബാലേട്ടനാണ്. ഉണ്ടല്ലോ, ഉറപ്പായിട്ടുണ്ട്. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് പോലെ സംസാരിക്കാൻ പാടില്ലല്ലോ. അതൊരു കോമൺ സെൻസ് അല്ലേ? അതൊരു മര്യാദയല്ലേ? നമ്മളെ ജനങ്ങൾ പിന്നെ ഇവനെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതുവരെ പറയല്ലേ. കാരണം എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം വലിയ റെസ്പോൺസിബിലിറ്റീസ് അലയുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പഴയ പോലെ വർത്താനം പറഞ്ഞ് കുറേ ആളുകളെ വിമർശിച്ച് അങ്ങനെ നടക്കേണ്ട സമയമല്ല. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെന്തിനാ രാഷ്ട്രീയം, പിന്നെന്തിനാ സാമാന്യ ബുദ്ധി? ഞാൻ പറഞ്ഞു എന്നാൾ മദ്യത്തിന് വീര്യം കുറഞ്ഞല്ല നിങ്ങളുടെ പ്രശ്നം, എനിക്ക് വീര്യം കുറഞ്ഞു എന്നുള്ള പ്രശ്നം, പത്രക്കാരുടെ പ്രശ്നവും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീര്യം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. കാരണം അധികാരം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ഇതൊക്കെ നമ്മൾ അലട്ടുന്നൊരു വിഷയമാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു അങ്ങനെ തന്നെയാണ്.